ഹേയ് ഗൈസ്, വെൽക്കം ടു എ പുതിയ വ്ളോഗ്. നമ്മൾ മൂന്നാറിലെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കിടക്കുകയാണ് ഗൈസ്. ഇന്ന് നമ്മൾ ഒരു ഉച്ചയൊക്കെ ആയപ്പോ റെഡിയായി ഇറങ്ങി. ഷുണ്ടാപ്പി, നിനക്ക് ഉറക്കമില്ല, നീ ആൾക്കാരെ ഉറക്കേ ഇല്ല. അതെ, അപ്പൊ ഇന്ന് നമ്മൾ എങ്ങോട്ട് പോവാണ് മക്കളെ? ഓ, പറഞ്ഞത് ചെല്ലമ്മോടെ സ്ട്രോബെറി ഇല്ലെങ്കിൽ പി പി തന്നെ പറഞ്ഞു. സ്ട്രോബെറി പറിക്കാൻ പോവാണ് നമ്മള് ഗൈസ്. എന്റെ ജീവിതത്തിൽ അതെ, കൊവിലിയൂർ കോവിലകത്ത് ഇളയമ്പ്രാട്ടി പറഞ്ഞ സ്ഥിതിക്ക് അവിടെ സ്ട്രോബെറി വരേണ്ടതാണ്. ഓക്കെ, അപ്പോ ജീവിതത്തിൽ ആദ്യമായി ഞങ്ങൾ എല്ലാവരും സ്ട്രോബെറി പറിക്കാൻ പോവാണ്. ഞാനിങ്ങനെ തോട്ടത്തിലെ ആദ്യമായിട്ട് പോണതാ. നാട്ടിലെ റബ്ബർ തോട്ടത്തിലൊക്കെ പോയിട്ടില്ലേ? സ്ട്രോബെറി തോട്ടം. ഓ, അപ്പൊ പോവാ. നീ ഓ ഷുണ്ടു ഷുണ്ടു കം ഹിയർ. കാതല്യാനെ വരുകിത് ഷുണ്ടു, മുത്ത തന്തത്തിൽ ഒട്ടുന്ന ഷുണ്ടു. ഓക്കെ, കൊള്ളാം. നല്ല ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ഫിറ്റ്സ് ഒക്കെ കഴിഞ്ഞു. നമുക്കിനി വണ്ടി കയറാം, എന്നിട്ട് സ്ട്രോബെറി തോട്ടത്തിലോട്ട് പോവാം. ഈ കാണുന്ന പർപ്പിൾ കളർ ജീപ്പിലാണ് നമ്മൾ പോകുന്നത് ഗൈസ്. ഫ്രണ്ട് ഇരുന്നോ മക്കളെ? ആഹാ, എന്റെ തലയേപ്പിച്ചിട്ട് പോവേണല്ലേ? ഓ, ഫ്രണ്ട് ഇരുന്നോ? ഓ, എവിടെ വേണമെങ്കിലും ഇരുന്നോ ഗൈസ്. നല്ല സ്റ്റേ ആയിരുന്നു കേട്ടോ. രാത്രി ഉണ്ടല്ലോ, നല്ല തണുപ്പായിരുന്നു. ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്തപ്പോഴത്തേക്കും വമ്പം പൊളിയായിരുന്നു. അൽഫാം ഒക്കെ നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്ത് നൈറ്റ് രസമായിരുന്നു ഗൈസ്. ഓക്കെ, എന്തായാലും ഇനിയിപ്പോ ജീപ്പിൽ കയറി സ്ട്രോബെറി പറിക്കാൻ പോവാം. ഒരു മലഞ്ചെരുവിലൂടെ ഞങ്ങൾ സ്ട്രോബെറി തോട്ടത്തിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. ഫ്രണ്ടിൽ കാണുന്ന ഈ ടാറിട്ട കുഴിയുള്ള പാതയിലൂടെ ഞങ്ങൾ മന്ദം മന്ദം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ദം മന്ദം ഗിയർ മാറ്റി വണ്ടി ഓടിക്കുന്ന ഞങ്ങളുടെ ഡ്രൈവർ, മറ്റേ പേരെന്തായിരുന്നു? ഹരികുട്ടൻ. ഗൈഡ് ഹരികുട്ടനോടൊപ്പം ഷുണ്ടു വേണ്ട ടീം മൂന്നാർ കുന്നുകളിൽ. നായാട്ടോ? കുഞ്ചാക്കോവന്റെ നായാട്ട് സിനിമ എടുത്ത സ്ഥലമാണല്ലേ അത്? ഓ, നോക്കട കണ്ണ, ഇവിടെ വെച്ചാണ് നായാടിയത്. ഓ ഗൈസ്, ഇതൊക്കെ സ്റ്റെപ്പ് ഫാമിംഗ് ആണ്. പക്ഷെ സ്റ്റെപ്പ് ഫാമിങ്ങിനെ പറ്റി 10 സെന്റൻസിൽ കവിയാതെ ഒരു സമ്മറി തരൂ. എന്താണിത്? എന്ത് കൃഷിയാണ് ഇവിടെ നടത്തണത്? നല്ല ഭംഗിയുണ്ട് കേട്ടാ. നല്ല കാറ്റുണ്ട് ഗൈസ്. നോക്കി, ഇവിടെ എന്തൊക്കെയോ കൃഷികളുണ്ട്. മണ്ണൊലിപ്പ് തടയാനായിട്ടാണ് ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് കട്ട് ചെയ്ത് അവര് ഫാമിംഗ് നടത്തുന്നത്. പണ്ട് ജിയോഗ്രഫിയുടെ ടെക്സ്റ്റ് ബുക്കില് ഇതിന്റെ ഫോട്ടോ ഞാൻ കണ്ടത് ഓർക്കുന്നു. സത്യം, അതെ. പണ്ട് കണ്ടത് ഏതിലായിരുന്നു? ജോഗ്രഫി തന്നെ. ഇതെന്തിനാ ബ്രോ ഇവിടെ കത്തിച്ചിട്ടേക്കുന്നത്? ഹരിക്കൂട്ട, അതൊന്നും പറഞ്ഞാടാ, ഇവിടെ മരങ്ങൾ ഇങ്ങനെ വളർന്നിട്ടുണ്ട്. അപ്പൊ മരങ്ങൾ, ഈ ഡോറ് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള മരങ്ങൾ വെട്ടിയിട്ട് കത്തിക്കും. എന്നിട്ട് അടുത്ത മരങ്ങൾ വളർന്നു വരും. ഓ, മരകൃഷിയാണ് ഇവിടെ. അതിന്റെ വേസ്റ്റ് ഫുള്ള് കത്തിച്ചളയും. ഓഹോ, അതാണ് ഗൈസ്. ഈ കാട്ടുതീ വന്നതല്ല, ഇത് മരം കത്തിച്ചിട്ട് നിൽക്കുന്നതാണ് അവര്. അത് കൊള്ളാം. അപ്പൊ നമ്മുടെ മറ്റേ വാതിലും ജനലും കട്ടളയൊക്കെ ഇവിടെ നിന്നൊക്കെ ആയിരിക്കും വരണത്. ബേസിക്കലി പ്ലാന്റ് തടി മുറിക്കൽ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടാ. മഹാരാജക്കുള്ള ഒരു പയ്യൻ മരിച്ചില്ലായിരുന്നു, അഭിമന്യു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇനി ഇവിടെ എവിടെയാണ്? ഓ, എങ്ങനെയാ മരിച്ചത്? കോളേജിൽ ഇഷ്യൂ എന്തോ. ഭയങ്കര ഇഷ്യൂ ആണല്ലേ? എനിക്ക് ഓർമ്മയില്ല അത്. പിന്നെ ആണല്ലേ? പിന്നെ ഇവിടെ നമുക്ക് ഇരിക്കാനായിട്ട് ചെറിയ ഇതൊക്കെ ഉണ്ട്. എവിടെ പോവാന്ന്? നിനക്ക് പോണോ? നിന്റെ അച്ഛൻ കൊണ്ട് ഇറങ്ങും നിന്നെയും കൂടെ. ചെറിയ വഴിയാണ്, 2 മണിക്കൂർ എടുക്കും ആ പുൽത്തോട്ടം കാണാൻ. ഗൈസ്, ഈ വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ ജീപ്പ് സഫാരി തുടരുന്നു. ബേസിക്കലി നമുക്ക് 20 കിലോമീറ്റർ ജീപ്പ് സഫാരി ഉണ്ട് ഗൈസ്. അപ്പൊ പല സ്ഥലങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ശ്രമിക്കാം. അതൊക്കെ നമ്മൾ ഇവിടുത്തെ ഒരു ജംഗ്ഷനിൽ എത്തിയേക്കാണ് ഗൈസ്. ഇവിടെ എനിക്ക് തോന്നുന്നു പാർട്ടി പ്രവർത്തനമൊക്കെ നടത്തുന്ന 2-3 വണ്ടികളുണ്ട്. കോൺഗ്രസിന്റെയാണ് മൊത്തം. അപ്പൊ അവരെനിക്ക് തോന്നുന്നു പ്രചരണത്തിന്റെ ഇടയിൽ ഈ ചായക്കടയിൽ വന്നൊന്ന് റിലാക്സ് ചെയ്യണം. നമ്മൾ അപ്പോഴത്തേക്കും നമ്മുടെ ഹരിക്കുട്ടൻ ബ്രോ താഴോട്ട് ഒരു വഴി. ഹരിക്കുട്ട എവിടെ? ഹരിക്കുട്ട ഹരിക്കുട്ട പോവാം. അവ അവിടെ ചെന്ന് പറയണേ ഇന്ന് എവിടെ. ഹായ് ഗൈസ്, കാണാമോ എന്ന് എനിക്കറിയില്ല. അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. ഹായ്, അങ്ങോട്ട് പോകണം ഗൈസ്. നമുക്ക് ഇവിടെ മറ്റേ ട്രൈബൽസ് താമസിക്കുന്ന ഏരിയ ഉണ്ടെന്ന് ഗൈസ്. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല.
അവർക്ക് വർഷത്തിലൊരു ഉത്സവമുണ്ട്. ആ ഉത്സവം വരുമ്പം പുറത്തുനിന്ന് ആൾക്കാർക്ക് അങ്ങോട്ട് പോവാന്ന്. എനിക്കൊന്ന് ഏപ്രിൽ എന്തോ ആണ് ഉത്സവം. അതൊക്കെ കാണാൻ പറ്റിയ നല്ല രസമായിരുന്നു കേട്ടാ. ഇത് കേരളത്തിലാണെങ്കിലും ഇവിടെ കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. ഐ മീൻ തമിഴ്നാട്ടിൽ നിന്നുള്ളവരല്ല, തമിഴ് സംസാരിക്കുന്ന മലയാളികളാണ് കൂടുതൽ. എന്ന് പറഞ്ഞാൽ കേരളൈറ്റ്സ് അല്ലേ? ആ അപ്പം ഇവിടെ കമ്പത്ത് നിന്നുള്ള ആൾക്കാരാണല്ലോ കൂടുതല്. ആ പക്ഷെ അവരെല്ലാം കേരളത്തിലാണ് വോട്ട് ഇടണത്. ഗൈസ് അതാണ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പിണറായി വിജയൻ എന്റെ ഒരു വലിയ ഫ്ലക്സ് തമിഴ് എഴുതി വെച്ചേക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു തമിഴ്നാട്ടിൽ നിൽക്കുന്നുണ്ടോ നമ്മളന്ന്? പക്ഷെ ഇവിടെ ഉള്ളവർ തമിഴ് സംസാരിക്കുന്നോണ്ടാണ് നമ്മുടെ അവിടുത്തെ പാർട്ടിക്കാരൊക്കെ ഇവിടെ തമിഴില് ബോർഡുകളൊക്കെ എഴുതി വെച്ചേക്കുന്നത്. എന്ത് ഡൈവേഴ്സ് ആണല്ലേ നമ്മുടെ കേരളം. ബട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇപ്പൊ എങ്ങോട്ടാ പോണത്? നമ്മളിപ്പോ ഒരു ചെറിയൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ എത്തുമ്പോൾ കാണാം ഒരു ഗുഹ. ഒരു ഗുഹയിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഹരിക്കുട്ടം ബ്രോ, നമ്മൾ വെള്ളച്ചാട്ടം കാണുമോ? വെള്ളച്ചാട്ടം ഇപ്പൊ വെള്ളം കുറവാ. ഓ വെള്ളം കാണും, വെള്ളം ചാടൂല. ഇവിടെ പഠിക്കണ റോസാപ്പൂ. ഓ എഡിറ്ററടുത്ത് പറഞ്ഞതല്ലേ? എന്റെ ഡയലോഗ് വെച്ച് തന്നെ പഠിക്കണടാ. അവൻ ഇടക്കിടക്ക് ഇടയ്ക്കിടയ്ക്ക് എന്നെ എയറിൽ കയറ്റിയാലേ എനിക്ക് നല്ലതൊക്കെ ഇടയ്ക്കിടയ്ക്ക് തരും. എന്നെ നല്ലത് തരുന്ന കാണലോടാ. നിനക്ക് നല്ലതൊക്കെ കിട്ടാറുണ്ടല്ലോടാ. കിട്ടാറുണ്ട്. ഇങ്ങനെ സാധനല്ലേ? അതിന്റെ കൂടെ ഇതും കൂടെ ഇടും. 355 രൂപ. നന്ദിയുണ്ടേ, ക്രെഡിറ്റഡ് എന്നും പറഞ്ഞിട്ട്. ഹായ് ഗൈസ്, നമ്മളിപ്പോ ഒരു കാട്ടുപാതയിലൂടെ പോവുകയാണ്. ഇതെന്താ ഇത്? ഇത് കൂടോത്രം ചെയ്ത് വെച്ചേക്കണ കൊക്കക്കോളയാണ്. കമ്പനിയില് കുത്തി എവിടെ എടി? അത് ഗുഹയല്ലടി, അത് ഷെഡ് എങ്ങാണ്ട് ഉണ്ടാക്കി വെച്ചേക്കണതാണ്. ഒരു ഷെഡ് കണ്ടിട്ട് ഗുഹയെന്ന്. പക്ഷെ നല്ല തണുപ്പല്ലേ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ. ഫ്രഷ് ഓക്സിജൻ കാടാണടാ ഇത്. കാടാണെങ്കിലും വഴി ഉണ്ടെങ്കിലും അതെല്ലാം വഴി ഉണ്ടെങ്കിൽ ഇത് ചെളിക്കട്ട കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടാ. നോക്കിയാണ്, ചെളിക്കട്ട കൊണ്ട് ഉണ്ടാക്കിയതാണ്. പറയാനേട്ടതൊന്നും അവൻ വീടിന്റെ പുറത്ത് ചെളിക്കട്ട ഇട്ട കൂട്ടിലാണ് കിടന്ന് ഉറങ്ങണേന്ന്. കൊള്ളാം കേട്ടാ. ട്രൈബൽ ആർക്ക്. ഓ മൈ ഗോഡ്. വെള്ളം തീരെ കുറവാണ്. വെള്ളത്തിന്റെ കളർ അത്ര ഭംഗിക്കല്ല കിടക്കണേ അല്ലേ? എന്തോ ഒരു സസ്പിഷ്യസ്. ഇങ്ങനെയുള്ളതായിരിക്കും മറ്റേ ബ്രെയിൻ ഈറ്റിംഗ് ബാക്ടീരിയ ഒക്കെ ഉള്ളത്. നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ കുഴപ്പമില്ല. ഇതിലൊന്നും കുഴപ്പമില്ല. ഹായ് ഗൈസ്, ഇതാണ് കുഞ്ഞരുവി. അതിന്റെ നടുക്കൂടെ ഒരു പാലമുണ്ട്. അയ്യോ അയ്യോ അയ്യോ, കേട്ടില്ല പെണ്ണ്, എന്തായിരുന്നത്? ഞാൻ പറഞ്ഞു ഇവിടെ ഒരു പാലം ഉണ്ടെന്ന്. അപ്പൊ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇത് പാലരുവി ആയിരിക്കുമെന്ന്. വാ ബീബി വാ. എടേ അവളെ കൂടെ കൊണ്ടുവാ നീ. പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടാ. നമ്മൾ ഇന്നലെ മറ്റേ ഒരു പാലത്തിന്റെ അടിയിൽ പോയില്ലേ? അവിടെ ഒന്നും പോകേണ്ട ഒരാവശ്യമില്ലായിരുന്നു. നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ എന്തിനു കാണിക്കണത്? എടാ നിന്റെ ഭാര്യ ഭയങ്കര ഇതാണ് കേട്ടാ. വാ, ഷുണ്ടു ആലോചിക്കാണ് ഇത് എന്റെ അമ്മ എന്നെന്ന്. ഹലോ. ഓ പേടിച്ചു പോയി. കാർമേഘങ്ങളെ വെല്ലുന്ന നല്ല കാർക്കൂന്തലം ബ്രഹ്മാവേ. ഹായ് ഗൈസ്, കാട്ടുപാതയിലൂടെ നമ്മൾ നടന്ന് പിന്നെ അതെ ഇപ്പൊ സിംഹമായി. പാമ്പുണ്ടെന്ന് പറയണ ഇപ്പൊ വർഷം ഓടും. എല്ലാ ഇത് രണ്ടെണ്ണം കണക്ക് തന്നെ കേട്ടാ. ഒരു ആനപ്പേടിയും ഒരു പാമ്പും പേടിയും. കാരണം പാമ്പിന് വിഷമുണ്ട് പി. ആനക്ക് വിഷമില്ല. പാമ്പിന് ഇതുണ്ട്, പല്ലുണ്ട്. മറ്റേ കോട്ട് വരും. ആനയെ അല്ല, പാമ്പിനെ പേടിക്കണം, ആനയെ പ്രേമിക്കണം. വർഷ അയ്യോ ഇത് ഹരിക്കോട്ടം ബ്രോ, ഇത് ഏത് മരം? ഗ്ലാഡീസാ? യൂക്കാലിപ്റ്റസ്. ഓ ഗ്ലാൻഡിസ.
ഓ എന്റെ പൊന്നെ എന്ത് രസം ഗൈസ് ഈ ഫ്രെയിം. ഇങ്ങോട്ട് വന്നാണ് രണ്ടെണ്ണോ. ജീപ്പ് സഫാരി എന്ന് പറഞ്ഞപ്പോ ഞാൻ നടത്തോണ്ടെന്ന് പ്രതീക്ഷിച്ചില്ല അത്. ഓക്കെ ഗുഹ കണ്ടുപിടിക്കട്ടെ കേസ്. നമ്മൾ നടന്നു വന്നപ്പോഴേ ഒരു കുഞ്ഞു പാമ്പ് കണ്ട. അയ്യോ അത്ര കുഞ്ഞല്ല കേട്ടാ, പാമ്പാണ് ചേരയാണ്. പാമ്പാണത്. എന്റെ കൊച്ചിനെ കളഞ്ഞിട്ട് വന്നാടി. പോയി 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 ബാ. എന്തോന്ന് പെണ്ണേ. നിങ്ങൾ ബാക്കിലാവല്ലേ, ഇതുവഴി വാ കേട്ടാ. അത് അകത്തോട്ട് കയറിപ്പോയി ബാ. എടി ഗുഹ കാണണ്ടേ. വേണ്ട, ഒരു പാമ്പ് വന്ന് നിക്കർ ഊരി വെച്ചിട്ട് പോയി. എടി വാ പെണ്ണുമ്പിള്ളേരെ ഇങ്ങോട്ട്. നമ്മളിപ്പോ ഒരു ട്രക്കിങ് പോവേണമെങ്കിൽ ഇവരെ കൊണ്ട് പോകരുതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഗുഹ അവിടെ സെറ്റ് ചെയ്തേടാ. അയ്യോ ഇത് നല്ല ഉൾക്കാടാണ് കേട്ടാ ഇത്. ഹരിക്കുട്ടൻ ബ്രോ, കണ്ണനെ കാണാനില്ല. എവിടെയാടാ ഗുഹ? കണ്ണാ എവിടെ? ഓപ്പോ അതാ വരുന്ന്. പൊന്നെ ശ്രദ്ധിച്ച് താഴെ നോക്കി നടക്കണേ. താഴെ മറ്റേ കരിയിലയുടെ ഇടയിലാണ് കിടക്കണത്. ആ ഓക്കെ ഓക്കെ. ഇത് എവളുടെ അടുത്ത് എവളെ സമാധാനിപ്പിക്കാനുള്ള വ്യാജേന പോയി നിക്കണ കേട്ടാ. ടൈഗർ കേവോ? ഓ ടൈഗർ ഉണ്ട്. എന്തരടാ പോടാ. ഇതെന്തര്? ഓ അകത്ത് കയറണോ? ഞാൻ പ്ലാവിലെന്നും പറഞ്ഞ് തട്ടിക്കളയാൻ വരെയായിരുന്നു. വാ പിപി വാ, എന്തായാലും ഇതുവരെ വന്നതല്ലേ. വാ പുല്ല്. ഗൈസ് എന്റെ ബലമായ സംശയം ഈ ഹരിക്കുട്ടൻ പുലിക്ക് ബൊഫേ കൊടുക്കാൻ കൊണ്ടു. പിപി വാ. എടി അവിടെ ആന വരും, ഇങ്ങ് വാ. ഇങ്ങ് വാ. ഓ ഇതിന്റെ അകത്തൊക്കെ നല്ല വലിയ തുളകളാണല്ലോ. സമയത്ത് കൂളിംഗ് ആയിരിക്കും. കുലുങ്ങോ? കൂളിംഗ് പിപ്പി കൂളിംഗ് എന്ന്. ബാ പുലിയെ മയക്കി കിടത്തേക്കാണോ? സത്യം പറ. ബാ 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 നല്ല കൂളിംഗ് കൊണ്ട് ഇങ്ങോട്ട് വാ. എടി അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഡേഞ്ചർ, ഞങ്ങളെ കൂടെ നിൽക്കുന്നതാണ് സേഫ്. മേളിൽ കയറാൻ പറ്റുമോ? പിപി വാ മേളിൽ കയറാം. പറ്റും 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 പറ്റും. സുഖമായിട്ട് പറ്റും. എടാ അവളെ കൂടെ കൊണ്ടുവാ. ആ എടാ ഇവിടെ. ഓ ഇങ്ങ് വാ. എടി ഇവിടെ സ്ഥലമുണ്ട്. വാ പിന്നെ വാ. ഓ മേളിൽ കയറിക്കോ പിന്നെ. ഓ ഓ വാ. ആ കേറിക്കോ. ഹരിക്കുട്ടൻ ബ്രോ പറ്റും പറ്റും. നീ കേറുന്നു. എനിക്ക് പറ്റൂല ഏട്ടാ. പൊക്കി തരാം. പിപി കമോൺ. ഇത് കേറ്. നീ കേറ്. എനിക്ക് പേടിയാണ്. അവൻ ഇഷ്ടപ്പെട്ടെന്ന് തോന്നും. അവൻ ഇരുന്ന് വീക്ഷിക്കുകയാണ്. ആ കേറ് മക്കളെ. നോക്ക് ട്രൈ. ഞാൻ കയറി തരാം. പിപി ഇങ്ങോട്ട് നോക്കിയേ. ഹായ് പറഞ്ഞേ. കേറിയോ സേഫ് ആയിട്ട്. ഞാൻ കേറട്ടാ. അതാ നീ കയറണ. നീ കയറി. ഓ മേളിൽ കൂടെ ഇറങ്ങാടി. പെട്ടെന്ന് മേളിൽ വർഷം വിളിക്കണം.
ഷുണ്ട് മുട്ടടൊക്കെ നടന്നു പോകണം കേട്ടാ. ക്ലോസ്ട്രോഫോബിയ ഉള്ളവർക്ക് ഞങ്ങൾ സജസ്റ്റ് ചെയ്യില്ല കേട്ടോ. നിനക്കൊന്നുമില്ല പൊടി. അയ്യോ, പുലിയൊക്കെ ഇതെങ്ങനെ കണ്ടുപിടിച്ചാണോ എന്തോ. അയ്യോ, ഞങ്ങൾ കയറി. നീ എപ്പ എത്തി? ഞാനിപ്പോ ഒരു കാര്യം പറയാം. വേറെ ആളുണ്ടത്. എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ ഗുഹ കയറ്റം? ലൈഫിൽ ഇനി ഗുഹ കയറി എന്ന് പറയാലോ നമുക്ക്. ഷുണ്ടു ഇഷ്ടപ്പെട്ടാ? ഷുണ്ടു ആലോചിക്കണം എന്തിരുന്നത്. മേളിൽ കയറി വന്ന് പി ആണെങ്കിൽ ഒരുവിധം മേളിൽ കയറി പോയിട്ടെ മേളിലോട്ട് നോക്കി കുട്ടേട്ടാ. അയ്യോ, എവിടെ? എന്തിനാണ് ചേട്ടാ പറയണത്? ഇങ്ങനത്തെ ട്രക്കിംഗ് ഒക്കെ ആണെങ്കിൽ ഞാൻ വരാം. നടക്കാൻ കുറെ ഉള്ളത് എനിക്ക് പറ്റൂല. ഇതുവഴി പോവാൻ പറ്റുമോ? ഇതുവഴി അപ്പൊ പിന്നെ പിപ്പി ഇതുവഴി അങ്ങ് പോവാടി. കയറൊക്കെ പിടിച്ചിറങ്ങണം. അപ്പൊ പിന്നെ വേണ്ട. അപ്പൊ ഈ ഗുഹ ഇറങ്ങണോ അവര്? ഓഹോ, ഗുഹ നമ്മൾ അടി കൂടെ കയറി മേളി പറഞ്ഞ തൊട്ട് മേളി കൂടെ കയറി വരായിരുന്നു. പക്ഷെ ഗുഹ കയറുന്ന എക്സ്പീരിയൻസ് ഞാൻ ആദ്യമായിട്ടല്ലേ ഗുഹ കയറുന്നത്. ആ, അങ്ങനെ പോവാം ബിപി. അവന്മാരിപ്പിക്കാർ ഈ വഴിയായിരിക്കും പോണത്. നല്ലതായിരുന്നു ഗൈസ്. നമ്മൾ കണ്ട മേളിൽ കയറിയപ്പോഴേ ഈ ഏരിയ നിങ്ങൾ നോക്കിയാണ് ഒരു സിംഹത്തിന്റെ മുഖം പോലെ ഇല്ലേ? കണ്ണ്, മൂക്ക്, വാ, മുടി കിടക്കുന്ന ചെവി. ഓ ഗൈസ്, സിംഹം കൊള്ളാം. കൊള്ളാം മക്കളെ. നീ മല കയറാൻ പേടിച്ചെങ്കിൽ ഇത് ഞാൻ സംഭവിച്ചു തന്നില്ല. അവന്മാരൊക്കെ പുട്ടണക്കിന് കയറി പോണം. അങ്ങോട്ട് പോണ്ടേ നമുക്ക്? അല്ല, പോയി ആ വഴിയാണ് പോണത് ഗൈസ്. ഈ തൊള്ളയെ കൂടെയാണ് നമ്മളിപ്പോ കയറി വന്നത്. ആ നോക്കൂ, സമ്മതിക്കണ്ടേ നമ്മളാ? എന്റെ ഭഗവാനേന്നൊക്കെ. അങ്ങനെ കുടുങ്ങുമെങ്കിൽ അവ ഇറക്കൂല. ഹരിക്കുട്ടൻ പ്രോയാണ്. നേരത്തെ ഒരു പാമ്പിനെ കാണിച്ചു തന്നു. എന്തോ അതെനിക്കറിഞ്ഞൂടാ. ഓക്കെ, അപ്പൊ ഇനി ഇതിലേ കൂടെ ഇറങ്ങി അതുവഴി നമ്മൾ പോണം. നമ്മൾ റിസ്കി വഴി എടുക്കണല്ലേ, കാരണം എല്ലാവർക്കും പോകാൻ പറ്റണില്ലല്ലോ. അയ്യോ 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 അയ്യോ, എനിക്ക് പറ്റുമായിരുന്നൊക്കെ. അത്ര വലിയ അത് നമുക്ക് 3 പേർക്കും പോവാം. ഷുണ്ടുവിനെ കൊണ്ട് പോകാനും കുറച്ച് പാടാണ് കേസ്. അല്ലെങ്കിൽ പി നിർബന്ധിച്ച് കൊണ്ടുപോകായിരുന്നു. ഓക്കെ, ഇനി തിരിച്ച് ഡൈസ്. ഇവിടെ കൊണ്ടൊരു ബോർഡാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വകയായിട്ട് ചെയ്തതാണ്. എസ്റ്റിമേറ്റഡ് തുക 3,40,929 രൂപ. അയ്യോ, 2024 ഇത് എന്തോ ഇത് ഈ വഴിയൊക്കെ സെറ്റ് ചെയ്തെടുത്തായിരിക്കും അല്ലേ? ഈ വേലിയെ കെട്ടി ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി എടുത്തതായിരിക്കും. ഗുഹയ്ക്കകത്ത് ഹോൾ ഇട്ടെന്നാ. നീ വല്ലാണ്ട് കൂടുന്നുണ്ട് കേട്ടോ കുറുമ്പ്. ഇവിടെ കണ്ട ഒരുപാട് ആൾക്കാരൊക്കെ വരണുണ്ട് കേട്ടോ ഗൈസ്. ഗുഹയിൽ ഇറങ്ങി അടുത്ത വ്യൂ പോയിന്റിലോട്ട് പോവാണ്. അമ്മാ, എവിടാ? ഇവിടെ നിന്ന് ജസ്റ്റ് 1 മണിക്കൂർ. നമ്മുടെ സ്ട്രോബെറി തോട്ടം 1 മണിക്കൂർ ദൂരെയാണെന്ന് പറഞ്ഞത്. ഇപ്പൊ വ്യൂ പോയിന്റ് 1/4 മണിക്കൂർ. അയ്യോ, കേബിൾ പൊട്ടി കിടക്കുന്ന കേട്ടാ. പൊക്കി വിടാണ്ടിരിക്കുന്നു. അല്ല, അതവര് മറ്റേ പ്രചരണത്തിന് വേണ്ടിട്ട് മൈക്ക് സെറ്റ് കെട്ടേണ കേട്ടാ. എല്ലായിടത്തും മറ്റേ ഇലക്ഷൻ മറ്റേ ഹൈപ്പിൽ നിൽക്കുകയാണ് ഇപ്പൊ. ഓക്കെ, അടുത്ത വ്യൂ പോയിന്റ് നമ്മള് നേരത്തെ പറഞ്ഞ മറ്റേ മരങ്ങള് കയറ്റുന്ന സ്ഥലമാണ് കേട്ടോ. ഇതൊക്കെ അതിന്റെ തൊലി ഉരിച്ചിട്ടേക്കണതാണ്. ഇവിടെ നിന്നാണ് ഒരു മരം ഹാർവെസ്റ്റ് ചെയ്തെടുത്തോണ്ട് പോണത്. അതൊക്കെ മരം ഹാർവെസ്റ്റ് ചെയ്തിട്ടേക്കുന്നതിന്റെ തൊലിയാണ്.
കേട്ടാടാ ശുണ്ടാപ്പി. നമ്മള് വണ്ടി വന്നപ്പോഴേ ഇവിടെ ഫ്രഷ് ആയിട്ട് ഇതിവിടെ തോട്ടം ഉണ്ടാ ആണോ? ഓ അകത്ത് വെള്ളടാ, നല്ല മധുരാണോ? പിടിച്ചേടാ. ഞാനിത് കഴിഞ്ഞ നമ്മൾ ട്രൈ ചെയ്താ, കഴിച്ചു നോക്കിട്ട് പറ. സാധനം, പൊളി സാധനം. അയ്യോ പക്ഷേ കൊടുത്തത് കഴിച്ചു നോക്ക്, ഇത് കഴിച്ചു നോക്ക്. ഞാൻ കഴിച്ചിട്ടുള്ളത് അവിടെ നിന്ന്. ആ വെള്ള കളറാ. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? മേടിച്ചോ? എത്രയാ? കിലോ 200. എന്തൊരു 1/2 കിലോ പോലെ. 1 കിലോ അടിച്ചോ? എന്നാ 1 കിലോ. ഇതെന്താ? അത് ഇവിടത്തെ ആണോ? ഇതെന്താ ഇത്? മരപ്പട്ടിയോ? അതെന്താ? പ്രഷറിന് സുഖമുള്ളതാണോ? മരത്തക്കാളി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വെയിൽ നോക്കണണ്ടാ? ഓ വെയിറ്റ് നോക്കിയോടെ. ഓ ശാസ്ത്രം പുരോഗമിച്ചു. എന്താ ചേച്ചിയുടെ പേര്? നിശാന്തിനി. നിശാന്തിനി. ഇവിടെയാണോ സ്ഥലം? ഇത് നൈസാണ്. ഇവിടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. വെള്ളം ഒരുപാട് തമിഴ് സംസാരിക്കണൊക്കെ ഉണ്ടല്ലേ? ചേച്ചി തമിഴ് സംസാരിക്കുമോ? തമിഴിൽ എന്തെങ്കിലും പറയുമോ? എന്തെങ്കിലും ആണോ? മലയാളം കത്തിയതാണല്ലേ? തമിഴാണെന്ന് ചേച്ചി. യവൻ തമിഴ്നാട്ടില് ഉള്ളവനാണ്. തമിഴ്. അയ്യോ എന്നാ നീ തമിഴില് പേസടാ. കൊഞ്ചം കൊഞ്ചം തരും ചേച്ചി. പേസറൊക്കെ തരും, എഴുതറൊക്കെ തരിയാതെ പുറിയും. വായിക്കാൻ ചെയ്യുമല്ലോ. ആ ചേച്ചി ഇതൊന്ന് മുറിച്ച് തരുമോ? ഇത് മരത്തക്കാളി. ഓ ചേച്ചി ഇത് ഇന്നും വരെ തിന്നിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ തിന്നാ മതിയോ? ഉള്ളിലുള്ളത് കഴിക്കണോ? ഇവിടെ പിടിച്ചേടാ. നോക്കിയടാ, ഞാൻ കണ്ട. വെറൈറ്റി ടേസ്റ്റടാ. കഴിച്ചു നോക്കിയാണ്. അടിപൊളി കേട്ടോ അത്. ഇല്ലേ പുളിപ്പും ഒരു ചെറിയൊരു പപ്പായ ടേസ്റ്റ് ഉണ്ട്. ചെറുതായിട്ട് നോക്കിയോ? പപ്പായയുടെ എനിക്ക് കിട്ടില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഓ പക്ഷെ മരത്തക്കാളി ബാ ഒരു ഇതും കൂടെ അരിഞ്ഞു തരുമോ ചേച്ചി? അത് മരപ്പേരയ്ക്ക ആണോ? വെറും പേരയ്ക്ക. മരത്തക്കാളിയുടെ ടേസ്റ്റ് അതിന്റെ അകത്തുള്ളതാണ് തിന്നേണ്ടത്. ഇതാണ് മരത്തക്കാളി. ഓക്കെ ഇത് കൊടുക്കാം. മരത്തക്കാളി. മരത്തക്കാളി അകത്തുള്ള കഴി അല്ലേ? ഇഷ്ടപ്പെട്ടാ? മരത്തിൽ ഉണ്ടാവണ പേരയ്ക്ക അല്ലേ? എനിക്കിതും ഇഷ്ടപ്പെട്ടു കേട്ടാ. ഓക്കെ ഇത് വേണോ? അത് വേണോ? പാഷൻ ഫ്രൂട്ട് വാങ്ങിക്കാം. നാടിന്റെ ഒത്തന്റിക് ടേസ്റ്റുകളെ ഞങ്ങൾ സ്വന്തമാക്കിയ സുഹൃത്തുക്കളെ. ഗൈസ് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത ഒരു വ്യൂ പോയിന്റ് എത്തിയ സിമിലർ വ്യൂ പോയിന്റ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ റിസോർട്ട് നമുക്ക് ഇവിടെ എന്നാ കാണാം. അതാണ് നോക്കിയേ. ഇതാണ് നമ്മൾ ഇന്നലെ ഓടിക്കളഞ്ഞ പൂള്. അതെ വേണ്ട, ഇത് നമ്മൾ ഇന്ന് രാവിലെ വന്ന റിസോർട്ട്. ഇവിടെയാണ് ഷുണ്ടു കളിച്ച പ്ലേ ഗ്രൗണ്ട്. ഇവിടെ നമ്മൾ ഇന്നലെ ക്യാമ്പ് ഫയർ നടത്തിയ സ്ഥലം. ഓ എന്ത് ദൂരല്ലേ നമ്മൾ നിക്കണത്. പൊളി. ഇനി നമ്മള് സ്ട്രോബെറി തോട്ടത്തിലോട്ടല്ലേ? ഇനി നേരെ നമ്മള് സ്ട്രോബെറി തോട്ടത്തിലോട്ട് പോവാടാ. നമ്മളൊരു വെയിൽ കാരണം പുറത്തിറങ്ങുന്നില്ല. ഒരു കുലുക്കി അടിച്ചു വെച്ചേക്കാണ് അവരെ. നമുക്കിനി സ്ട്രോബെറി തോട്ടം കാണാൻ പോവാം. നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ എത്തി ഗൈസ്. ദ ബിഗ്ഗസ്റ്റ് സ്ട്രോബെറി ഫാം ഇൻ മൂന്നാർ, എൽ ഷഡ്ഡി സ്ട്രോബെറി ഫാം. ചെറുക്കം ഉറങ്ങിയാടാ? ബാ ദാണ്ട ഐസ് ഈ കാണുന്നതാണ് സ്ട്രോബെറി കൃഷി. എൽ ഷഡായി. ഷഡായി എന്നാ എൽ ഷഡായി സ്ട്രോബെറി ഫാം. കാള കണ്ട ഇപ്പൊ മനസ്സിലായ കാളയുടെ പശുവിന്റെ കൊമ്പിന്റെ വ്യത്യാസം. നാട്ടിലെ കൊമ്പ് വളരൂലെന്നാ.
എടി കഴിച്ചു പാവണ്ണെ, അത് നിന്നെ ഒന്നും ചെയ്യൂല. ഒയ്യോ എന്ത് വലിയ കൊമ്പല്ലേ. കൊമ്പില് സ്ട്രോബെറി വേണ്ടാന്ന്. എടി ഇങ്ങോട്ട് വരൂല, അപ്പുറത്തെ സൈഡിലാണ്. ഇതുപോലൊരു പേടിച്ചൂറി. നീ എങ്ങനെയടി എന്റെ അനിയത്തിയുടെ ഇത്രയും പേടിച്ചൂറിയായത്? അയൽക്കൂട്ടോ? ആ ഹരിക്കുട്ടൻ. ഗൈസ് നമ്മൾ സ്ട്രോബെറി തോട്ടത്തിലോട്ട് എത്താണ്. പക്ഷെ ഞാൻ സ്വപ്നം കണ്ട സ്ട്രോബെറി തോട്ടം ഇങ്ങനെയല്ല. അതായത് നമുക്ക് സ്ട്രോബെറി തോട്ടം എന്നൊക്കെ കേൾക്കുമ്പോൾ മനസ്സിൽ ഭയങ്കരമായിട്ട് ഞാൻ മറ്റേ വലിയ വലിയ മരങ്ങളിൽ സ്ട്രോബെറി ഇങ്ങനെ തൂങ്ങി കിടക്കുന്നു, അങ്ങനെയാണ് ഞാൻ സ്വപ്നം കണ്ടത്. ഗൈസ് എന്റെ വീട്ടിൽ ഉണ്ടായിരുന്നു സ്ട്രോബെറി. ആണോ? കായ്ക്ക് വരുന്നത്? ഓ കഴിച്ചിട്ടുണ്ട്. ഹായ്, ഇതാണ്ട് നോക്ക് ഗൈസ്, സ്ട്രോബെറി വിളഞ്ഞു കിടക്കുന്നു. ഇങ്ങനെയാണ് സ്ട്രോബെറി കിടക്കണം. അപ്പം പറിക്കാൻ പറ്റുമോ? ഓ ഇതുവഴി നടക്കണം കേട്ടാ. ആ ചെല്ലി ചെല്ലി നടന്നു നോക്കോ, തോട്ടം കാണാം. അവ എഴുന്നേറ്റ്. പക്ഷെ നല്ല രസം കേട്ടാ ഈ സ്റ്റെപ്പ് ഫാമിങ് കാണാൻ. ഓ ഓ നമ്മൾ കറങ്ങി നടന്നു പോണോന്ന്. നടക്കാം. ആ അവിടെ വാങ്ങിക്കാൻ കിട്ടും, അവിടെ നിന്ന് വാങ്ങിക്കാം. അപ്പൊ പറിക്കണ്ട. അതാണ് നല്ല ഭംഗിയല്ലേ. ആ ചിലപ്പോ വെയിൽ അങ്ങനെ ഡയറക്റ്റ് അടിക്കാതിരിക്കാനായി മേളില് മറ്റേ കെട്ടിയിട്ടേക്കണത്. ആ അത് എനിക്കറിഞ്ഞൂടാ. ഇപ്പൊ എനിക്കറിഞ്ഞൂടാ കേസ്. നല്ല ലിക്കനെ ഇരിക്കണം സ്ട്രോബെറി അല്ലേ? അത് തന്നെ ചുമന്നിരിക്കണ കേസ് ആ സ്ട്രോബെറി. ആ എന്താടാ ഏതാണ്ട് ഈ ഒരു ഹെഡിൽ ഇങ്ങനെ തൂങ്ങി. സത്യമാടാ, അതാണ് ഞാൻ സ്വപ്നം കണ്ട ഇതാണ്ട് കേസ്. ഏകദേശം ഇതേ കണക്ക് കിടക്കണം. അപ്പൊ നമ്മള് പോയി കടിച്ചടിച്ച് തിന്നും. ആഹാ കുഴപ്പമില്ല. ഇനിയിപ്പം വാങ്ങിക്കാം. കുറച്ചുകൂടെ പൊക്കം പ്രതീക്ഷിച്ചല്ലേ? ഇല പോലും ഇല്ലാതെ നിറഞ്ഞ് സ്ട്രോബെറി കിടക്കണം അല്ലേ? എന്താടാ സ്ട്രോബെറി, മുഴുത്ത സ്ട്രോബെറി അല്ലേ? അയ്യോ അവിടെ നിന്ന് മേടിക്കാം ഗൈസ് നമുക്ക്. ഗൈസ് സ്ട്രോബെറി വാങ്ങാൻ നിൽക്കുന്നിടത്ത് കണ്ടിട്ട് ബെവറേജിന്റെ ക്യൂ കണക്കില്ലേടി. മീൻ അങ്ങനെയാണ് നമ്മൾ സിനിമയിലൊക്കെ കാണാറുള്ളത്. നോക്കട്ടെ സ്ട്രോബെറി. ആ അവര് സ്ട്രോബെറി ജാമും ഉണ്ടല്ലേ? ഹായ്, അത് സ്ട്രോബെറി ജ്യൂസ് ആയിരിക്കും. ആ നമ്മുടെ ചെറുകൊള്ള. ഓ എന്തോ നല്ല പരിചയം. കഴിച്ചോളൂ. ഇതൊക്കെ നല്ല ഉണ്ട. ആ എത്ര രൂപ പറഞ്ഞാ? 1 കിലോ 150 അല്ലേ? ആ 1 കിലോ വാങ്ങി 600 രൂപ. എന്താണ് കുപ്പിക്കകത്തിരിക്കുന്നത്? ചേച്ചിയാണ് വിളവെടുപ്പ് നടത്തി കൊടുക്കണേന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ വെറുതെ ആയില്ല. സ്ട്രോബെറി വൈനുണ്ട്. ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല സ്ട്രോബെറി വൈൻ. ജാമും വാങ്ങിക്കാം, ഇതും വാങ്ങിക്കാം. എങ്ങനെയുണ്ട്? അതിനുണ്ട് ഒരു കൈ എവിടെ വന്നിരിക്കണ നോക്കടാ. നല്ല അടിപൊളി സാധനം കേട്ടാ. ആ പിന്നെ ഇഷ്ടപ്പെട്ടാ? ഓക്കെ. ഒരു കുപ്പി വൈനും ഒരു ജാമും 1 കുപ്പി വൈനും എല്ലാം എടുക്കട്ടെ. ഇതാണ് കേസ്. 1/2 കിലോ സ്ട്രോബെറി. 1/2 കിലോ 300 രൂപ. അപ്പൊ 300 രൂപയ്ക്ക് ഇത് ലാഭമാണല്ലോ. ഞാൻ ഇത് പഴുത്തതാണോ? ഇത് പഴുത്തതാണോ? സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ സ്ട്രോബെറി അല്ലേ? ആ ഇത് ഇതിലും കൂടുതൽ ഫ്രഷ് ആയിട്ട് സ്ട്രോബെറി ഇനി കിട്ടൂല കേസ് നിങ്ങൾക്ക് ഒരിടത്ത്. അടിപൊളി സാധനം കേട്ടോ. ഇങ്ങനെ വെച്ചായിരുന്നു കടിച്ചു.
അത് വീഡിയോ അല്ലേ എടുക്കണത്? ഫോട്ടോ എടുത്തോളാം. വീഡിയോ എടുക്കണെന്ന് പറഞ്ഞാൽ കടിക്കാൻ തോന്നില്ല. എന്നാ നീ ഇത് കടിച്ചോ. കൊള്ളാം, സൂപ്പർ ടേസ്റ്റ് അല്ലേ, എടുക്കാൻ പാടാം. നമ്മളിവിടെ വന്നപ്പോഴേ ഒരു വണ്ടി നിറയെ ഗ്യാസും, ആ ഗ്യാസിന് വേണ്ടി ആൾക്കാർ ഇവിടെ ക്യൂവും ആടിയും കേട്ടാ. ഓപ്പോ ഇവിടേക്ക് ഗ്യാസ് വരണത് ദൂരം ആൾക്കാരട്ടോ വണ്ടിയെ കൊണ്ടുവന്നിട്ടിട്ട് ഗ്യാസ് ഊറ്റി മേടിക്കാനായിട്ട്. ഓട്ടോക്കകത്ത് ഗ്യാസ് ഊറ്റി കയറ്റി വെച്ച് ഗ്യാസ് ഇല്ല കേട്ടോ. ഇപ്പോഴൊക്കെ ഇപ്പൊ വന്നു തുടങ്ങി കേട്ടാ, ഇപ്പോഴും വന്നു തുടങ്ങിയല്ലേ? ആ ഇന്നോട്ട് വന്നു തുടങ്ങി. ആ നമ്മള് വന്നതിന്റെ ഐശ്വര്യമാണ് കണ്ടായിരിക്കൂട്ടാ. ഇനി ഇന്ത്യ മൊത്തം ഗ്യാസ് കിട്ടും എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചേർന്ന് ഞങ്ങൾക്ക് ഓൾ ഇന്ത്യ ട്രിപ്പ് എല്ലായിടത്തും ഗ്യാസ്. ഞങ്ങള് കാരണമാണ് ഗ്യാസ് വന്നത്. ഓൾ ഇന്ത്യ ട്രിപ്പ് സ്പോൺസറായിട്ട് താഴെ കാപ്പി സൂര്യ വ്ളോഗ്സിൽ മെയിൽ അയച്ചാൽ മതി. അതെ, അപ്പൊ കുലുങ്ങി മനുഷ്യന്റെ ഊപ്പാട് വന്നു. ഇനി റിസോർട്ട് എത്തിയിട്ട് വരാം. റിസോർട്ടിന് മുന്നേ ഒരു ചെറിയ സ്റ്റോപ്പ് കൂടെ ഗൈസ്, ഹണി മ്യൂസിയം ഉണ്ട്. സ്ട്രോബെറി പ്ലാന്റ് കിട്ടും. ഓ എനിക്കെന്തിനാ സ്ട്രോബെറി പ്ലാന്റ്? അവക്ക് വേണോ? നീയല്ലേ പറഞ്ഞ നേരത്തെ സ്ട്രോബെറി പ്ലാന്റ് വേണമെന്ന്? ഞാൻ എന്തിനാ ഞാൻ സ്ട്രോബെറി മരം ഉണ്ടായിരുന്നേ കൊള്ളാന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാ അതിന്റെ ഞങ്ങള് ഹണി മ്യൂസിയം. എന്തൊരു ചിക്കൻ ചക്ക. നമ്മള് അകത്ത് കയറി എന്തിനാണ് ഹണി മ്യൂസിയത്തുള്ളതെന്ന് കണ്ടിട്ട് പറഞ്ഞു. ഇവിടെ വന്നപ്പോ നല്ല കാട്ടുതേന്, ചെറുതേന്, അങ്ങനെ കുറച്ച് ഐറ്റംസ് കിട്ടി ഗൈസ്, തേൻ ബേസ്ഡ് ആയിട്ടുള്ള. അതൊക്കെ വാങ്ങിച്ചിട്ട് ഇനി തിരിച്ച് റിസോർട്ടിലോട്ടല്ലേ ഹരികൃഷ്ണ അല്ല ഹരിക്കൂട്ടാ. ആ പോവാ ബാ. ഇനി തോട്ടണ്ട, ഇനി നേരെ റിസോർട്ട്. ഞങ്ങൾ ട്രിപ്പ് കഴിഞ്ഞു. ടാറ്റ ഹരിക്കൂട്ടാ, ബൈ ബൈ, താങ്ക് യു. ഓ തിരിച്ചെത്തിയടാ, വിശക്കണില്ലേ? നല്ല പ്ലാനിങ് ഇടാ, അടിപൊളി, നല്ല വെങ്കലം പ്ലാൻ. അതെ, അടിച്ച് സർബത്താക്കി വിട്ടിട്ടുണ്ട്. ഒരു സ്ട്രോബെറി ഞാൻ പറഞ്ഞില്ലേ ഗൈസ്. ഹലോ കൊച്ചിച്ച, അതാണ് സുഹൃത്തുക്കളെ ഇളയമ്പ്രാട്ടിയുടെ കൊച്ചിച്ചൻ. കൊച്ചിച്ച ഹലോ. എന്താ വല്ല ഫുഡൊന്നും ഓർഡർ ചെയ്തില്ല? ഇല്ല. നമുക്ക് ഇതൊക്കെ പോയി റൂമിൽ വെച്ചിട്ട് തന്നാലോ നിങ്ങളെ? ആ ഇതായിരുന്നു. ഓക്കെ, ആ താങ്ക് യു. അല്ല ആർക്കും ഇപ്പൊ കണ്ണ മേടിക്കും, കണ്ണ ഇത് താക്കോല് റൂമിന്റെ. ആ ഓക്കെ, കൈ കൊണ്ടോ, ഫ്രീ ആണോ? ഓക്കെ, ലെറ്റ്സ് ഗോ. ഞങ്ങൾ ഇനി റൂമിൽ പോയി ഇതൊക്കെ വെച്ച് ഒന്നിരുന്നിട്ട് വരാം ഗൈസ്.